ഈ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഇത് ഭയങ്കര ജ്യൂസിയാണ്. അത് മാത്രമല്ല വായിലിട്ടാൽ ഇങ്ങനെ മെൽറ്റായി പോകുന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു പുഡിങ്ങാണ് കേട്ടോ. വിരുന്നുകാർക്ക് ഇടയിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയ ഒരു പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പോളം ഇളനീരാണ്. ഇത് നമുക്ക് ഫ്രഷ് ക്രീം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇളനീരിന് പകരം നമ്മൾ ഫ്രഷ് ക്രീം എടുക്കുകയാണെങ്കിലും അടിപൊളിയാണ്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇതിൽ നമ്മൾ അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾ ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പേസ്റ്റ് കംപ്ലീറ്റ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ചെറിയ ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പാലൊഴിച്ച് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് 1/2 ലിറ്ററിൻ്റെ പാൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ബാക്കി വന്ന മുഴുവൻ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിൻ്റെ പകുതി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലെ മധുരമൊക്കെ നിങ്ങൾ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇനി നേരത്തെ മാറ്റി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്നുകൂടെ ഇളക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ കൈവിടാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് എടുക്കേണ്ടത്. നമ്മളെ കസ്റ്റാർഡ് മിക്സ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് ടൈറ്റായിട്ട് പോയിട്ട് പിന്നെ നമ്മൾ ബ്രെഡൊന്നും സോക്കാവാണ്ട് ഇരിക്കും. ഇത് ഇത്രയും മതി. ഇനി നമ്മളിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബ്രെഡാണ് ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ ഇപ്പോൾ പുഡിംഗ് ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഈ കസ്റ്റാർഡ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കസ്റ്റാർഡ് മിക്സ് നല്ല കുറുകി കട്ടയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രെഡ് ഇതിൽ സോക്കായിട്ട് കിട്ടൂല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഇളനീരിൻ്റെ മിക്സും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ കുറച്ച് ബദാം ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ ഈ ഒരു സമയത്ത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി അടുത്ത ലെയർ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചെയ്ത ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ നമുക്കൊരു 3 ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ലെയറായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലും നമ്മൾ കുറച്ച് ബദാം ചോപ്പ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 അവർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, കട്ട് ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇളനീര് കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. ഇളനീരിന് പകരം ഫ്രഷ് ക്രീമോ ഹെവി ക്രീമോ ഒക്കെ വെച്ചിട്ട് ഈ ഒരു സെയിം സ്റ്റെപ്പ് ചെയ്താലും മതി. ഇത് നല്ല തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം ജ്യൂസിയാണെന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പുഡിംഗ് റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ.